ചെയ്യാനും പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നെ അതും ചുരുക്കി വന്നാൽ അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കുകയാണ് സിനിമയിൽ. കുറച്ചേ ഉള്ളൂ, പക്ഷെ നല്ല ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ്. നമ്മൾ സിനിമ പലരും MT വായിക്കാൻ തുടങ്ങിയ കാലത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത് തറവാടും വിദേശത്ത് പോയ അച്ഛനുമൊക്കെ ആയിട്ടുള്ള ഒരു കഥ. അത് രഞ്ജിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സിലോണിലൊക്കെ പോയി ഷൂട്ട് ചെയ്താണ്. മഹേഷ് പറഞ്ഞ പോലെ ഞങ്ങളും ഫോറിലാണ് ഷൂട്ട് ചെയ്തത്. മഹേഷിന്റെ ഇവിടെ കാനഡയിലാണ് ഷൂട്ട് ചെയ്തത്, ഞങ്ങളുടെ ഇവിടെ ശ്രീലങ്കയിലാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ പ്രത്യേക ഒരു സിനിമയാണ്. MTയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല. തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല, ഒരു സാഹിത്യ രൂപം വന്നായിരുന്നു. അത് MTയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്ക് ഒരു സാഹിത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുമുമ്പ് സിനിമ ഉണ്ടായിട്ടുണ്ട്, ലോകോത്തര തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് MTയാണ് അതിൻ്റെ ഒരു ആരംഭക്കുറിച്ച് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറക്കി. അതിന് പിൽക്കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആ തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെടും. ഞാൻ MTയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത്. എനിക്ക് എഴുതാനൊന്നും പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്നൊരു സ്വഭാവമൊക്കെ പണ്ടുപോലുണ്ട്, ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട് 2 ചെറുകഥകൾ ഞാൻ വായിക്കാം എന്ന് വേണ്ടി അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തു. അതായത് കഥ വായിക്കാൻ ഒരു കഥ ഒരു 10 പേജോ അല്ല 5 പേജോ 4 പേജോ കഥ വായിച്ച് ഏതെങ്കിലും ഒരു TV-യിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വായിച്ചാണ്. ഇതുവരെ നടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു കഥ എടുത്തോളം പറഞ്ഞു. എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് നീണ്ടുപോയത്. അതിനിത്രയൊക്കെ ആയി. ഇത് മലയാളത്തിലാദ്യ സമരം പോലെയാണ്. MTക്ക് പ്രായം ആയിട്ടില്ല. MTക്ക് 1 വർഷം കൂടെ ആയി. അത്രയോളം എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസ. ആയുസ്സും ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ നമുക്ക് ഈ വേദിയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ വേദിയിലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡിഗ്നിറ്ററീസിനെ ഫ്രം C5 ആൻഡ് സരിഗമ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. Without these gentlemen, this project would have never been possible. Thank you for gifting us Manorarangal. Let's welcome Shri Puneet Goenka, Managing Director and CEO of Zee, Mr. Vikram Mehra, Managing Director, Saregama India Limited, Mr. Manish Kalra, Chief Business Officer of C5 India, Siddharth Anand Kumar, Senior Vice President, Films, Events and A&R, Mr. Rohandeep Singh and Mr. Rajesh Kejriwal from Jumping Tomatoes. എല്ലാ ജെന്റിൽമാനും ഞാൻ വേദിയിലേക്ക് നിറഞ്ഞ കൈ കൊടുത്തോളൂ. ലെറ്റ്സ് വെൽക്കം ദം ഓൾ ടു ദ സ്റ്റേജ്. All of these gentlemen to come and join us for the next important ceremony, which is the celebration of the 91st birthday of MT Sir. MT Sirനെയും അശ്വതിയെയും ഞാൻ ആദ്യമേ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ. അടുത്തതായി നമ്മൾ കേക്ക് മുറിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ 91ാം ജന്മദിനം ആഘോഷിക്കാൻ പോവുകയാണ്. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ എല്ലാവരെയും തന്നെ ഞാൻ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈഡി കൊടുത്തുകൊണ്ട് MT സാറിനെ ഏറെ സ്നേഹാദരങ്ങളോടുകൂടി അദ്ദേഹത്തിന്റെ 91ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഒരു പിറന്നാൾ സമ്മാനമാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ. ലെറ്റ്സ് സീ ദാറ്റ് ഓൺ സ്ക്രീൻ. MT സാറിനോടൊപ്പം എല്ലാ വിശിഷ്ട വ്യക്തികളോടും ഒപ്പം മലയാള സാഹിത്യത്തിന്റെയും സിനിമയുടെയും തിലകക്കുറിയായ ശ്രീ MT വാസുദേവൻ നായർ സാറിന്റെ
91-ാം ജന്മദിനം മനോരഥങ്ങൾ എന്ന ഈ ഒരു മനോഹര വേദിയിൽ, താരനിബിഡമായ ഈ ഒരു വേദിയിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിറന്നാൾ കേക്ക് കുറിക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുന്നു. ആദ്യമായി വാസുവേട്ടന് പിറന്നാൾ ആശംസകൾ. എല്ലാവരും എംടി സാർ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന് എന്താണ് വാസുവേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്നത് എന്ന് സംശയമുണ്ടാവും പലർക്കും. പക്ഷെ അത് ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് അദ്ദേഹം തരാതെ തന്ന ഒരു അനുവാദമാണ്. മനോരഥൻ ഇതിന്റെ ഭാഗമായി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമായി തന്നെ കരുതുന്നു. അതും എനിക്ക് പ്രിയപ്പെട്ട 2 കഥകൾ. അതിൽ എനിക്ക് പ്രിയപ്പെട്ട, ഞാൻ ഏറെ ആദരിക്കുന്ന മലയാളത്തിന്റെ മമ്മൂക്ക അഭിനയിക്കുന്നു. നന്ദി എല്ലാവർക്കും ഈ സമയത്ത് പറയുന്നു. നന്ദി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്തതായി MT സാറിന്റെ തിരക്കഥയിൽ സ്വർഗം തുറക്കുന്ന സമയം എന്നൊരു സിനിമ മനോരഥങ്ങൾ എന്ന ഈ ഒരു ആന്തോളജിയിൽ C5 നിങ്ങൾക്ക് മുൻപിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ദേശീയ തലത്തിൽ മലയാള സിനിമയെ ഉയർത്തിയിട്ടുള്ള അനേകം ക്ലാസിക് സിനിമകളെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ശ്രീ ജയരാജ് സാറാണ് ഈ സിനിമയുടെ സംവിധായകൻ. അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഏറെ സ്നേഹ ബഹുമാനത്തോടു കൂടി തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിന്റെ, ഭാരതത്തിന്റെ, ലോകത്തിന്റെ തന്നെ സാഹിത്യ പുരോഗതി വാസുവേട്ടന് ജന്മദിന ആശംസകൾ. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും പോലെ ഏതാണ്ട് 55 വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി വാസുവേട്ടന്റെ കഥകൾ വായിച്ച ദിനങ്ങൾ ഞാൻ ഓർക്കുന്നു. ഓരോ കഥകളും ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഓരോ പ്രായത്തിലും ആ കഥയ്ക്ക് പുതിയ പുതിയ മാനങ്ങൾ വരും. ഇന്നും വാസുവേട്ടൻ എഴുതിക്കൊണ്ടിരിക്കുന്നു നിത്യഹരിത നായകനെ. ജീവിതത്തിലെ വലിയൊരു സ്വപ്നമായിരുന്നു ഞാൻ ഭരതേട്ടനോട് വർക്ക് ചെയ്യുമ്പോൾ. ആദ്യമായി ഭരതേട്ടൻ എന്റെ കയ്യിൽ തന്ന തിരക്കഥ ഋഷ്യശൃംഗൻ എന്ന പേരിലുള്ള വൈശാലിയുടെ തിരക്കഥ. വാസുവേട്ടന്റെ കയ്യക്ഷരങ്ങളുടെ ഞാൻ കോരിത്തരിച്ചു. ആ തിരക്കഥ വായിക്കുമ്പോൾ മനസ്സിലൂടെ ഓടിയെത്തുന്നത് ഞാൻ എന്നും ആരാധിക്കുന്ന വാസുവേട്ടനെ അയച്ചു. പിൽക്കാലത്ത് വാസുവേട്ടന്റെ കൂടെ ആ സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ നിമിഷവും ആ സിനിമയുടെ ചിത്രീകരണ സമയത്തൊക്കെ വാസുവേട്ടനെ ഇങ്ങനെ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാണുമ്പോൾ, അതിന്റെ എഡിറ്റിംഗ് സമയത്ത് പോലും കൂടെ ഇരുന്ന ഭരതേട്ടൻ പോലും ഒരിക്കൽ ഏതാണ്ട് പതറിയ നിമിഷത്തിൽ വാസുവേട്ടൻ വന്നിറങ്ങി അതിന്റെ ഓരോ അംശവും ഒരു പൂർണ്ണ എഡിറ്ററെ പോലെ എഡിറ്റ് ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന വൈശാലി ആ രൂപത്തിലാക്കി. ഞാൻ അത്ഭുതത്തോടെ എന്നും കാണുന്നു വാസുദേവൻ. ഒരു സിനിമ ചെയ്യണം എന്ന് പ്രിയട്ടൻ പറഞ്ഞതുപോലെ, മറ്റ് സംവിധായകർ പറഞ്ഞതുപോലെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. അത് വലിയ സ്വപ്നമാണ്. ആദ്യം തന്നെ നടന്നാൽ ഞങ്ങൾ വാസുദേവനോട് ചോദിച്ചിട്ടുണ്ട് തിരക്കഥ തീർച്ചയായും ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഒരു പക്ഷേ എഴുതിയാണ് കൊണ്ട് മറ്റു സിനിമകളിലേക്ക് ഇന്ന് ഈ നിമിഷം എന്റെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ നിമിഷമാണ്. എനിക്ക് അശ്വതി ഒരു സ്വാതന്ത്ര്യം തന്നു.
ഈ 10 കഥകളിൽ ഇഷ്ടമുള്ള തിരഞ്ഞെടുത്തത്. ഞാൻ പറഞ്ഞു എനിക്ക് സ്വർഗം തുറക്കുന്ന സ്ഥലങ്ങൾ. ഒരിക്കൽ എന്നും കാലത്തെ അതിജീവിക്കുന്ന ഒരു കഥയാണ്. ഒരു കഥാകാരന്റെ കഥ ജീവിതത്തിൽ എല്ലാ കാലത്തും അർത്ഥവത്താവുമ്പോഴാണ് അത് മഹത്തരമാകുന്നത്, ലോകോത്തരമാകുന്നത്. ഒരിക്കൽ ആൾക്കൂട്ടത്തിൽ തന്നെ എന്ന സിനിമ പുറത്തിറങ്ങുമ്പോൾ അന്ന് ഏറ്റവും റിലവൻ്റായ ടോപ്പിക്കായിരുന്നു. ഇന്ന് സ്വർഗം തുറക്കുന്ന സമയം വീണ്ടും റിലവൻ്റായ ടോപ്പിക്കായി മാറുന്നു. ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി നെടുമുടി വേണു വരുമ്പോൾ നിയോഗം, നിമിത്തം എന്ന വാക്കുകളൊക്കെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ, ആ ശൈലിയിൽ കിടക്കുമ്പോൾ, ജീവിതത്തിന്റെ അവസാന രംഗാഭിനയിക്കാൻ കിടക്കുമ്പോൾ എന്റെ മനസ്സ് പ്രാർത്ഥിക്കുകയും ഇതൊരിക്കലും അദ്ദേഹത്തിന്റെ സ്വർഗം തുറക്കുന്ന സമയമാവരുത്. പക്ഷെ ഒരുപക്ഷെ വേണ്ടിയൊന്നും അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. അതിന്റെ ചിത്രീകരണ വേളയിൽ മുഴുവൻ ഞാനും മിക്കവാറും അടുത്തിരുന്ന കാര്യങ്ങളിലൂടെ കൊടുക്കും. പിന്നീട് ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹം ആശുപത്രിയിലായി. അവിടെ തന്റെ സഹധർമ്മിണിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈയിടെ ഒരു സിനിമ അഭിനയിച്ചു വാസുവേട്ടന്റെ, അതിൽ ഇതുപോലൊരു രംഗമുണ്ട്, ഞാനിപ്പോൾ കിടക്കുന്നത് പോലൊരു രംഗം. മക്കളെ വിളിച്ച് അടുത്തിരുത്തി അന്ന് വേണോട്ട് പറഞ്ഞ വാക്കുകൾ ചേച്ചി പറയുമ്പോൾ ശരിക്കും ഏതാണ്ട് നിയോഗം പോലെ വേണോട്ട് നമ്മളെ വിട്ടു പോകുമ്പോൾ സ്വർഗം തുറക്കുന്ന സമയം നമ്മൾ വീണ്ടും വീണ്ടും കാത്തിരിക്കുകയാണ്. എന്റെ മനസ്സിലെ, എന്റെ ജീവിതത്തിലെ പക്ഷെ ഏറ്റവും അർത്ഥവത്തായ മുഹൂർത്തം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വാസുവേട്ടന്റെ ഒരു തിരക്കഥ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ മുഹൂർത്തം. നിയോഗങ്ങളും നിമിത്തങ്ങളും കൂടി ചേരുമ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരൻ നമ്മളോടൊപ്പം ഈ നിമിഷം ജന്മദിനം കൊണ്ടാടുമ്പോൾ ഇത് തന്നെയാണ് അർത്ഥവത്തായ മുഹൂർത്തം. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓരോ സംവിധായകരും അഭിനേതാക്കളും ഈ സിനിമയെ പറ്റി ഷെയർ ചെയ്യുമ്പോൾ മലയാള സിനിമയ്ക്ക്, ഇന്ത്യൻ സിനിമയ്ക്ക്, ലോക സിനിമയ്ക്ക് തന്നെ നാളെ ഒരു പാഠപുസ്തകം ആയേക്കാവുന്ന ഒരു വലിയ കളക്ഷൻ ഓഫ് മൂവീസ് ആൻഡ് സ്റ്റോറീസ് ആണ് ZEE5 സരിഗമയും ചേർന്ന് നിങ്ങൾക്ക് മുൻപിലേക്ക് അവതരിപ്പിക്കുന്ന മനോരഥങ്ങൾ എന്ന് ഓരോ പ്രസംഗത്തിലൂടെയും വീണ്ടും വീണ്ടും അത് വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായി MT സാറിന്റെ തിരക്കഥയിൽ മനോരഥങ്ങളിലൂടെ കാഴ്ച എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് ഓരോ സിനിമയിലും അദ്ദേഹത്തിന്റേതായ സ്വതസിദ്ധമായ ഒരു താളം കൊണ്ട് സൗന്ദര്യം തീർക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സംവിധായകൻ ശ്രീ ശ്യാമപ്രസാദ് സാർ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാഴ്ച എന്ന സിനിമയാണ് മനോരഥങ്ങളിൽ അദ്ദേഹം നമ്മൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ശ്രീ ശ്യാമപ്രസാദ് സാർ. തികച്ചും അഭിമാനകരമായിട്ടുള്ളൊരു സന്ദർഭം തന്നെയാണ്. ഏറ്റവും പ്രതിഷ്ഠതയുള്ള ചലച്ചിത്ര പ്രതിഭകളോടൊപ്പം, അഭിനേതാക്കളോടൊപ്പം ചെറുകഥ എന്ന ഒരു ഫോം ലഘുചിത്രമായി ഉപയോഗിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഹരം കണ്ടെത്തിയിട്ടുള്ള, അതിലൂടെ സിനിമ പഠിച്ച ഒരാളെന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് ചെയ്യാൻ സാധിച്ചത്, അതും മലയാള ചെറുകഥയിലെ ഏറ്റവും അന്തർശ്രേഷ്ഠനായിട്ടുള്ള ശ്രീ MT വാസുദേവന്റെ ഒരു കഥ അധികരിച്ചുകൊണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമായിരുന്നു. പ്രത്യേകിച്ചും ഇതിന്റെ കഥ, തിരക്കഥ ഒക്കെ ഡിസ്കസ് ചെയ്യാനും ഒക്കെ ആയിട്ട് സാറിന്റെ വീട്ടിൽ ചെലവഴിച്ച നിമിഷങ്ങൾ. ഇതിന് പ്രത്യേകത കൂടിയുണ്ട്. സാറിന്റെ സഹധർമ്മിണി കലാമണ്ഡലം സരസ്വതി ടീച്ചർ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല അശ്വതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ഒരു കുടുംബ സെറ്റിലായിരുന്നു ഇതിന്റെ ചിത്രീകരണമൊക്കെ. വളരെ സന്തോഷകരമായിട്ടുള്ള ഈ ഒരു അവസരം സമ്മാനിച്ചതിന് ന്യൂസ് വാല്യൂ ഫിലിംസിന് പ്രധാനമായിട്ടും, പിന്നീട് സരിഗമ, അതുപോലെ ഇന്ന് ഇത് നമ്മുടെ മുമ്പിലെത്തിക്കുന്ന, പ്രേക്ഷകർക്ക് മുമ്പിലെത്തിക്കുന്ന ZEE5 പ്ലാറ്റ്ഫോമിലും എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. എന്റെ സഹപ്രവർത്തകർക്കെല്ലാം നന്ദി പറയുന്നു. നമസ്കാരം. അടുത്തതായി പുതിയ കാലഘട്ടത്തിലെ സംവിധായകരിൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഫഹദ് ഫാസിലിനെ നായകനാക്കിക്കൊണ്ട് ശ്രീ MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ
ഒരു സിനിമ ഇതിൽ ഒരുക്കിയിരിക്കുകയാണ്, ഷെർലോക്ക്. നമുക്ക് സ്വാഗതം ചെയ്യാം ഡയറക്ടർ മഹേഷ് നാരായണൻ. നിറഞ്ഞ കൈയ്യടി കൊടുത്തുകൊണ്ട് let's welcome ശ്രീ മഹേഷ് നാരായണൻ on to the stage. നമസ്കാരം. എൻ്റെ കാഴ്ചയിൽ എഴുത്തുകാരൻ്റെ ഇന്റഗ്രിറ്റി ഒരു കാലത്തും വിട്ടുകൊടുക്കാത്ത എൻ്റെ പ്രിയപ്പെട്ട എം.ടി. സാറിന് ജന്മദിനാശംസകൾ. അദ്ദേഹത്തിൻ്റെ എഴുത്ത് പുസ്തകങ്ങളിലൂടെ, പ്രത്യേകിച്ച് തിരക്കഥകൾ, DC പബ്ലിഷ് ചെയ്ത തിരക്കഥകളിലൂടെ വായിച്ചാണ് തിരക്കഥ എന്താണ് നമ്മളെല്ലാം പഠിക്കുന്നത്. ഞാൻ എന്നെപ്പോലൊരു ചലച്ചിത്ര വിദ്യാർത്ഥി പഠിക്കുന്നു. അതിനകത്ത് ആ തിരക്കഥ വായിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ മുമ്പ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ആമുഖമുണ്ട്. അതിനകത്ത് ആ കഥ വന്ന വഴിയെക്കുറിച്ച്, അതിൽ പലതും ചുറ്റുപാടിൽ നിന്ന് എങ്ങനെയാണ് കഥകൾ അദ്ദേഹം കണ്ടെത്തുന്നുള്ള ഒരു പാഠമാണ്. ടെക്സ്റ്റ് ബുക്കാണ് ഇന്നും എന്നെപ്പോലുള്ള ചലച്ചിത്രകാരൻ, ഇന്നത്തെ ജനറേഷനുള്ള ഒരു പക്ഷേ സിനിമാ വിദ്യാർത്ഥികളൊന്നും വിളിക്കാവുന്ന സംവിധായകൻ കടമെടുത്തിരിക്കുന്നു. എനിക്ക് എന്തുകൊണ്ട് ജയരാജ് സാർ പറഞ്ഞത്, ജയരാജ് സാറിന് കിട്ടിയ സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നില്ല. എന്നിലേക്ക് ഷെർലക്ക് വരികയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ഷെർലക്ക് ചെയ്യാൻ സാറ് തിരഞ്ഞെടുത്തത് എനിക്ക് ഇന്നും അറിയില്ല. സാറുമായി ചെലവഴിച്ച ആ സമയങ്ങൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എനിക്ക് ഇടപെടാൻ പറ്റിയ ആ നിമിഷങ്ങളെല്ലാം വളരെ വിലപ്പെട്ടതായി ഞാൻ കാണുന്നു. പ്രത്യേകിച്ചും കേരളത്തിന് പുറത്ത് അധികം കഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ടില്ല, വളരെ കുറച്ച്. അതും ഇന്ത്യക്ക് പുറത്ത് അദ്ദേഹം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കഥ, അത് സംവിധാനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. അതിൽ പ്രത്യേകമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കിയ ചില സംഭവങ്ങളിൽ വളരെ വളരെ സ്വസ്ഥമായ അദ്ദേഹത്തിന് നമ്മൾ കലർന്ന ഭാഷ എന്നോട് അതിൻ്റെ എന്താ പറയുന്നത്, ആ കഥ വന്ന വഴിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു. ഒരുപാട് നന്ദി സാർ. താങ്ക് യു സോ മച്ച്. ന്യൂസ് വാല്യൂ അശ്വതിക്കും, ന്യൂസ് വാല്യൂടെ എല്ലാ ബന്ധപ്പെട്ട എല്ലാ നിർമ്മാതാക്കൾക്കും, സരിഗമയ്ക്കും, C5നും നന്ദി. താങ്ക് യു. Thank you sir, thank you so much. അടുത്തതായി ഈ ഒരു ആന്തോളജിയിൽ കടൽക്കാറ്റ് എന്ന സിനിമ നമുക്കായി ഒരുക്കിയിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ, തന്റേതായ ശൈലിയിലൂടെ മലയാളത്തിൽ ഏറ്റവും പ്രോമിസിംഗ് ആയി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ശ്രീ രതീഷ് അമ്പാട്ട്, അദ്ദേഹത്തിനെ കൂടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡയറക്ടർ രതീഷ് അമ്പാട്ടാണ് കടൽക്കാറ്റ് എന്ന സിനിമ M.T. സാറിന്റെ തിരക്കഥയിൽ ഈ ഒരു ആന്തോളജിയിൽ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. മനോരഥങ്ങൾ എന്ന ഈ ആന്തോളജിയിൽ കടൽക്കാറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയത്. ഇതിന് അവസരം തന്ന M.T. സാറിനോടും ന്യൂസ് വാല്യൂവിനോടും സരിഗമയോടും ഉള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി ഇന്ന് ഈ വേദിയിൽ നമ്മളോടൊപ്പം ചേർന്ന് M.T. സാറിന് ആശംസകൾ അറിയിക്കാനും C5 ഒരുക്കുന്ന മനോരഥങ്ങൾ എന്ന ഈ ഒരു ആന്തോളജി സിനിമയ്ക്ക് വേണ്ടി ആശംസകൾ അറിയിക്കാനും വേണ്ടി നമ്മുടെ ബഹുമാന്യനായ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിറഞ്ഞ കൈയ്യടി കൊടുത്തുകൊണ്ട് ഏറ്റവും ബഹുമാനപൂർവ്വം നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ P. രാജീവ് സാർ. ബഹുമാനരെ, വാക്കുകളും വിശേഷണങ്ങളും തീർത്തും അപ്രസക്തമാക്കുന്ന വ്യക്തിത്വമാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ബഹുമാനായ വാസുവേട്ടൻ, പ്രിയപ്പെട്ട M.D. അദ്ദേഹത്തിന് ആദ്യം തന്നെ ഞാൻ ജന്മദിനാശംസകൾ നേരുന്നു. നമ്മളെല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ലോക സാഹിത്യത്തിന് മലയാളം നൽകിയിട്ടുള്ള സംഭാവനയാണ് M.D. എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ സിനിമയ്ക്കും അദ്ദേഹത്തിന്റെ സംഭാവനകൾ നിസ്തുലമാണ്. എഴുത്തിലും അദ്ദേഹം ഇപ്പോഴും ചെറുപ്പമാണ്. നിരന്തരം നവീകരിച്ചുകൊണ്ട് എഴുതാൻ കഴിയുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. എപ്പോഴൊക്കെ കാണുന്നു അപ്പോഴൊക്കെ പുസ്തകത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന M.D. വായനയിൽ അതിനേക്കാൾ ഏറെ ചെറുപ്പമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ 9 തിരക്കഥകൾ മലയാളത്തിന്റെ മഹാന്മാരായ സംവിധായകരാൽ, 9 മഹാന്മാരായ നടിമാരാൽ നമ്മുടെ മുൻപിലേക്ക് ആന്തോളജിയായി എത്തുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. അതിന് നേതൃത്വം നൽകിയ അശ്വതി ടീമിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. മലയാള സിനിമയ്ക്ക്, ഇന്ത്യൻ സിനിമയ്ക്ക്, ലോക സിനിമയ്ക്ക് മുൻപിൽ നമ്മൾ എന്നും അഭിമാനത്തോടു കൂടി ചേർത്ത് നിൽക്കുന്ന
ഒരു നടനുണ്ട്. മലയാളികളുടെ എല്ലാം ഹൃദയത്തിൽ എക്കാലവും ചിരപ്രതിഷ്ഠ നേടിയ ഓരോ കഥാപാത്രങ്ങളിലൂടെയും ദശാബ്ദങ്ങളായി നമ്മളെ ഞെട്ടിച്ചുകൊണ്ടും വിസ്മയിപ്പിച്ചുകൊണ്ടും ചിന്തിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മമ്മൂക്ക. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലൂടെ എം.ടി. സാറിന്റെ തിരക്കഥയിലാണ് അഭിനയമോഹിയായ ഒരു ചെറുപ്പക്കാരനായിരുന്ന മമ്മൂക്ക ആദ്യമായി സിനിമയിൽ ഒരു ശ്രദ്ധിക്കപ്പെട്ട വേഷത്തിൽ വരുന്നത്. അതിനുശേഷം അടങ്ങാത്ത തൃഷ്ണയോടെ എം.ടി. സാറിന്റെ തിരക്കഥയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് തൃഷ്ണയിലൂടെ, പിന്നീട് അടിയൊഴുക്കിലൂടെ, വടക്കൻ വീരഗാഥയിലൂടെ, പഴശ്ശിരാജയിലൂടെ എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങൾ, എം.ടി. സാറിന്റെ തിരക്കഥയിലുണ്ടായ കഥാപാത്രങ്ങളെ അപ്രപാളികളിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും എക്കാലവും വിസ്മയം പൂർത്തിയാക്കുന്ന ക്ലാസിക്കുകളായി നമുക്ക് നൽകിയ മലയാളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ എന്നും ഒന്നാം സ്ഥാനമുള്ള മമ്മൂക്കയെ ഏറ്റവും സ്നേഹപൂർവ്വം നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് എം.ടി. സാറിന്റെ 91ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. മമ്മൂക്ക, പ്ലീസ്. പൊതുവേൽപ്പം സഭാകമ്പമുള്ള ആളായതുകൊണ്ടാണ് ഇവിടെ പിടിച്ചു വെക്കാൻ വേണ്ടി വന്നത്. ഇത് സാധാരണ മലയാളത്തിൽ സംഭവിക്കാത്തൊരു സായനമാണ് നമുക്കിന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. ആന്തോളജി വിഭാഗത്തിൽ സിനിമകൾ അപൂർവമായിട്ടുമുണ്ട്. പക്ഷെ നമുക്ക് ആരുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കും ഇത് മലയാള ഭാഷയെ സംബന്ധിച്ച്. മനോരഥങ്ങൾ എഴുത്തുകാരന്റെ മനോരഥത്തിൽ കയറി പോകുന്നതാണ്, കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതിനേക്കാളും വലിയ ചേർന്നൊരു പേരും ഉണ്ടാവാൻ സാധ്യത. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എം.ടിയുടെ ഇടപെടലാണ്. ഒരുപാട് കാര്യങ്ങളെ പറ്റി പറയാൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത്, അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിനുള്ള ചെറുപ്പം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും, സമകാലീന സംഭവങ്ങളെ കുറിച്ച്, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക, സാമ്പത്തിക, സാഹിത്യ, എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ളതാണ്. പുതിയ പുസ്തകങ്ങൾ, പുതിയ സാഹിത്യകാരന്മാർ, പുതിയ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, വിവിധ ഭാഷകളിൽ, ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ് അത് വായിച്ചിരിക്കുന്നു. ഇതിന്റെ അടുത്ത കാലത്ത് പേര് ഞാൻ മറന്നുപോയത്, അപ്പം വേണ്ടി ഞാൻ ഫോൺ എടുത്തപ്പോഴേ എന്നെ വിളിച്ചത്. എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിട്ടുണ്ട്. രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് നടന്ന ഒരു സംഭവകഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഫിക്ഷനാണ്, ഡോക്യുമെന്റ്. ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു. എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എം.ടി 2 പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാണ്. ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അത് എന്റെ മോളെടുത്ത് പൂർണ്ണമായിട്ടും വായിച്ചു. എന്നെ കൂടെ അത്ര വായിക്കുമ്പോൾ ഇത്രയോട് ബുക്കാണ്. അപ്പൊ എന്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ദൂരമില്ലെങ്കിലും എന്റെ മോള് തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. പക്ഷെ അവരറിയുന്ന സാഹിത്യത്തിലേക്ക്, സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ്. സാഹിത്യ രംഗത്ത് എത്രത്തോളം അപ്ഡേറ്റഡ് ആണ്, എത്രത്തോളം തികച്ചും മുന്നോട്ട്